الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന റിസാലയുടെ ഷർഹാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അവലംബിക്കുന്നത് മസ്ജിദ് നബവിയിലെ മുദരിസായ ഷെയ്ഖ് സുലൈമാൻ അൽ റുഹൈലി ഹഫിദഹുല്ല മസ്ജിദ് നബവിയിൽ വെച്ച് നടത്തിയ ഇതിൻ്റെ ഒരു വിവരണമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചില മുഖദ്ദിമകൾ നമ്മൾ വായിച്ചു. അതേപോലെ തന്നെ ഒന്നാമത്തെ നാക്കിദ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏറ്റവും ഗൗരവമേറിയ ഒന്നാമത്തെ കാര്യം പറഞ്ഞു. ഇബാദത്തിൽ അള്ളാഹുവിന് പങ്കു ചേർക്കലാണ് എന്നാണ് ഒന്നാമത്തെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ അസാനി, രണ്ടാമത്തെ കാര്യം മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസായിത യദ്ഉഹും വയസ്അലുഹും അഷ്ഫാഅ വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅ. രണ്ടാമത്തെ നാക്കിദ്, ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്തു കളയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. ഒരാൾ അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ വസായിത്തിനെ, അതായത് ഇടയാളന്മാരെ നിശ്ചയിക്കുന്നു. മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസായിത. എന്നിട്ട് എന്താണ് അവൻ ചെയ്യുന്നത്? യദ്ഉഹും, ആ ഇടയാളന്മാരോട് ഇവൻ എന്ത് ചെയ്യും? ദുആ ചെയ്യും. വയസ്അലുഹും അഷ്ഫാഅ, അവരോട് ശുപാർശയ്ക്ക് വേണ്ടി അവരോട് തേടും. വയതവക്കലു അലൈഹിം, ഈ ഇടയാളന്മാരുടെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കും. ഇങ്ങനെ ചെയ്താൽ കഫറ ഇജ്മാഅ, അത് ഖിലാഫില്ലാത്ത കാര്യമാണ്. അത് മുഖേന എന്ത് ചെയ്യും? കുഫർ സംഭവിക്കും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇത് നമ്മൾ ഒന്നാമത്തെ നാക്കിദുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് സുലൈമാൻ അൽ റുഹൈലി ഹഫിളഹുല്ല പറഞ്ഞത് കാണാം. അല്ലാഹു അസ്സ വജല്ല കരീമുൻ ഖരീബുൻ മുജീബുൻ അസീസുൻ സുബ്ഹാനഹു വതആല. അള്ളാഹു വളരെ ഉദാരനാണ്. അള്ളാഹു അടിമകളോട് അവർക്ക് സമീപസ്ഥനാണ്. അവരുടെ ചോദ്യങ്ങൾക്ക്, ദുആകൾക്ക് ഉത്തരം നൽകുന്നവനാണ്. അവൻ വലിയ പ്രതാപമുള്ളവനാണ്. ഏതുപോലെ അള്ളാഹു തആല പറഞ്ഞതുപോലെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബുൻ, ഞാനിതാ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്യുന്നവന് അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഉത്തരം നൽകും. അതുകൊണ്ട് ഫൽ യസ്തജീബു ലി വൽ യുഅ്മിനു ബി ലഅല്ലഹും യർഷുദൂൻ. ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിക്കുക, എന്നിൽ വിശ്വാസമർപ്പിക്കുക, എങ്കിൽ അവരെന്ത് ചെയ്തേക്കും? മാർഗദർശനം ലഭിച്ചവരായേക്കും എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ഇത് കൃത്യമായി അള്ളാഹു പറയാണ്. ഈ ആയത്ത് നമുക്കറിയാവുന്നതുപോലെ വളരെ അനുഗ്രഹീതമായ ഒരു ആയത്താണിത്. ഇവിടെ തഖ്തഉ അലാഇഖ ശിർക്ക്, ഷിർക്കിൻ്റെ എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുകയാണ് ഈ ആയത്ത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അവനെന്താണ്? ഖരീബാണ്, അടിമകൾക്ക് സമീപസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ ഫലാ യഹ്താജു ഇലാ വസായിത യൂസിലൂന ഇലൈഹി, അവൻ എന്ത് ചെയ്യുന്നില്ല?
അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇടയാളനെ ആവശ്യമില്ല, അതിലേക്ക് അവൻ ആവശ്യമായി തീരുന്നില്ല. കാരണം അള്ളാഹ് പറയാൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഭാഗത്തിന് എന്താണ്, സമീപസ്ഥനാണ്, മുജീബാണ്, ഉത്തരം നൽകുന്നവനാണ്. ഫലാ യഹ്താജു ഇലാ വസാഇത ഹത്താ യുജീബ വയുഅതി. അപ്പോൾ ഇടയാളന്മാരിലേക്ക് ആവശ്യമില്ല, കാരണം അവൻ മുജീബാണ്, അവൻ സമീപസ്ഥനായിക്കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറയുമ്പോൾ ഒരു ഇടയാളനിലേക്ക് ഒരു അടിമ ആവശ്യക്കാരനാവുന്നില്ല, അവനോട് ചോദിച്ചിട്ട് വാങ്ങിച്ചു തരേണ്ട ആവശ്യമില്ല. ബൽ ഹുവൽ ഗനിയ്യു സുബ്ഹാനഹു അൽ ഗനിയ്യുൽ മുത്ലഖ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരുപാധികം അവൻ ഗനിയാണ്, അവൻ ധന്യനായവനാണ്, അവനതിൻ്റെ ആവശ്യമില്ല, ഇടയാളന്മാരുടെ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലാത്തവനാണ്. അൽ കരീമുൽ കറമുൽ മുത്ലഖ്, അവൻ വളരെയധികം ഉദാരനാണ്, നിരുപാധികം ഉദാരത ചെയ്യുന്നവനാണ് അവൻ. ഖരീബുൻ മുജീബുൻ, സമീപസ്ഥനും ഉത്തരം നൽകുന്നവനുമാണ്. വദല്ലത്ത് ഹാദിഹിൽ ആയത്തു അലാ അന്ന ദുആഅ ഇബാദത്തുൻ വ ഈമാനുൻ. ഈ ആയത്ത് അറിയിക്കുന്നത് ദുആ എന്നുള്ളത് അതൊരു ഇബാദത്താണ്, അതേപോലെ തന്നെ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫലാ ഹാജത ഇലൽ ഇബാദി ഇലാ വസാഇത തുഖല്ലിബുഹും മിനല്ലാഹ്. അതുകൊണ്ട് അടിമയെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അവൻ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു ഇടയാളൻ്റെ ആവശ്യമില്ല എന്ന് കൃത്യമായി ഈ ആയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. വൽ മുഅ്മിനു ഇന്നമാ യത്തഖിദു ഇലല്ലാഹി അസ്സ വജല്ല അൽ വസീല. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വസീല എന്ത് ചെയ്യും, സ്വീകരിക്കുന്നവനാണ്. വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം അവൻ സ്വീകരിക്കും. എങ്ങനെയാണ്, ഏത് മാർഗത്തിലൂടെയാണ് അവൻ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സ്വീകരിക്കുന്നത്? ബി തൗഹീദില്ലാഹി വ ത്വാഅത്തില്ലാഹി അസ്സ വജല്ല. അത് തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ടാണ്, അതുപോലെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ്. ഇതാണ് ഒരു മനുഷ്യന് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള അള്ളാഹ് നിശ്ചയിച്ച വഴി. എന്താ? തൗഹീദ് കൃത്യമായി മുറുകെ പിടിക്കുക, അള്ളാഹുവിനെ ധാരാളമായി അനുസരിക്കുക, ഇതാണ് അതിനുള്ള വഴി. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ പാലിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വബ്തഗൂ ഇലൈഹി, നിങ്ങൾ അവനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊള്ളുക, തേടിക്കൊള്ളുക. എന്തിനെ തേടിക്കൊള്ളുക? അൽ വസീല, മാർഗങ്ങൾ തേടിക്കോ, അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടിക്കൊള്ളുക. വജാഹിദു ഫീ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ, അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുകയും ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കും, നിങ്ങൾ വിജയിച്ചേക്കും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഈ ആയത്തിനെ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ഇതാ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. ഈ വസീല എന്ന് പറയുന്നത് ഇടയാളന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മലായിക്കത്ത്, അവരെ ഇടനിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ശുപാർശ തേടലാണ്, ഇസ്തിഗാസ ചോദിക്കലാണ് എന്നല്ല ചില ആളുകൾ ഈ ആയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദുർവ്യാഖ്യാനിക്കലുണ്ട്. എന്നാൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അഖിലവും മുഫസ്സിറുകൾ ഇതിനെ വ്യാഖ്യാനിച്ചത് പ്രകാരമാണ്. ഇമാം തൊബരി റഹിമഹുല്ലാ പറയുകയാണ്, വബ്തഗൂ ഇലൈഹിൽ വസീല, അവനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടുക എന്ന് പറഞ്ഞാൽ വതുലുബുൽ ഖുർബത ഇലൈഹി ബിൽ അമലി ബിമാ യുർദി, അവനിലേക്ക് അടുക്കാനുള്ള വഴികൾ നിങ്ങൾ തേടിക്കൊള്ളുക. എന്തുകൊണ്ടാണ് തേടേണ്ടത്? ബിൽ അമലി, അമലുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ, അള്ളാഹുവിലേക്ക് അടുത്തുകൊള്ളുക. എങ്ങനെയുള്ള കർമ്മങ്ങളാണ്? ബിമാ യുർദീഹി, ആ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും. അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തി നേടിത്തരുന്നതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ, അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിനുള്ള മാർഗം തേടിക്കോ എന്നാണ് അതിനെ ഇമാം തൊബരി റഹിമഹുല്ല, ഏറ്റവും പ്രമുഖനായ മുഫസ്സിറാണ്, അപ്രകാരമാണ് പറഞ്ഞത്. വീണ്ടും കാണാം, ഇമാം ഖതാദ റഹിമഹുല്ല പറയുന്നു, വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞാൽ ഐ തഖറബു ഇലൈഹി ബിത്വാഅതിഹി വൽ അമലി ബിമാ യുർദി, അള്ളാഹുവിനെ അനുസരിക്കൽ കൊണ്ട് നിങ്ങൾ അവനിലേക്കുള്ള മാർഗം, അടുക്കാനുള്ള വഴി തേടിക്കൊള്ളുക. അവന് തൃപ്തിപ്പെടുന്നതായ കാര്യങ്ങൾ, അമലുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണേ എന്ത് ചെയ്തു, അവൻ ഇഷ്ടപ്പെടുന്ന വഴികൾ, മാർഗങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുക, ഇതാണ് അതിനുള്ള വഴി. ഇമാം ഖതാദ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പ്രമുഖ മുഫസ്സിറാണ്, അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അർത്ഥങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വഹാദല്ലദീ ഖാലഹു ഹഉലാഇൽ അഇമ്മ ലാ ഖിലാഫ ഫീഹി ബൈനൽ മുഫസ്സിരീൻ, ഇതാണ് അഇമ്മത്തുകൾ, സലഫുകളിലെ
അഹ്ലുസുന്നയുടെ ഇമാമുകൾ പറഞ്ഞിരിക്കുന്ന. അപ്പോൾ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാണ്, ഇതാണ് അഇമ്മത്തുകൾ ഈ ആയത്തിന് നൽകിയിരിക്കുന്നതായ വിശദീകരണം. ഇതാണ്. മാത്രമല്ല ലാ ഖിലാഫ ഫീഹി ബൈനൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ ഇടയിൽ ഇതിനെ സംബന്ധിച്ച് എന്തില്ല, വ്യത്യാസമല്ല. അപ്പോൾ ഏതെങ്കിലും അമ്പിയാക്കളെയോ സ്വാലിഹീങ്ങളെയോ വിളിച്ച് ഇടതേടുന്നതിനെ കുറിച്ചല്ല എന്ത് ചെയ്യണത് ഈ ആയത്ത് പറയുന്നത്. ഇത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ മുഫസ്സിറുകൾ പറഞ്ഞതാണ് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയണം. ഫഹാദിഹിൽ വസീലത്തു ലാ തഅനി അൽ വസായിത്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ വസീല ഇടയാളന്മാരല്ല. വഇന്നമാ തഅനി അത്തഖറുബ ഇലല്ലാഹി ബിത്തൗഹീദി വബിമാ യുർദിഹി. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിക്കലാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്തിലാണ് അള്ളാഹുവിലേക്ക് അടുക്കലാണ്. വഖദ് ബയ്യന അല്ലാഹു അസ്സ വജല്ല ലിഇബാദിഹി ഹാദിഹിൽ വസീലത ബയാനൻ കാഫിയൻ ഷാഫിയൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ മതിയാകുന്ന നിലയിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഷാഫിയായ നിലയിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഒരു ഖുദ്സിയായ ഹദീസിലൂടെ ഈ ആയത്തിൻ്റെ വിശദീകരണം ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖാൽ, അല്ലാഹു തആല പറഞ്ഞു, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. ഒരടിമയ്ക്ക് എന്നോട് അടുക്കാൻ സാധിക്കുകയില്ല ഒരു കാര്യം കൊണ്ടും, എനിക്കിഷ്ടമുള്ള ഒരു കാര്യം കൊണ്ടും ഒരടിമയ്ക്ക് എന്നോട് അടുക്കാൻ സാധിക്കുകയില്ല. എന്തിനേക്കാൾ, ഞാൻ ഫർളാക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കാൾ. അപ്പോൾ ഒരടിമയ്ക്ക് എന്നോട് അടുക്കണമെങ്കിൽ ഒന്നാമതായിട്ട് അടിമ എന്ത് ചെയ്യണം, ഫർളായ കാര്യങ്ങൾ ചെയ്യണം. അതിലൂടെ അല്ലാതെ ഒരു അടിമയ്ക്ക് എന്നോട് അടുക്കാൻ സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബ. ഒരടിമ എന്ത് ചെയ്യും, വീണ്ടും എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്, നവാഫിലുകൾ കൊണ്ട്. അങ്ങനെ ഞാൻ അവൻ എന്ത് ചെയ്യും, ഇഷ്ടപ്പെടും. ഇതാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതായ മാർഗം. അപ്പോൾ ഫർള് ആദ്യം ചെയ്യുക. ഫർള് ചെയ്യാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കില്ല. ഫർള് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരടിമ അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്, ഐച്ഛികമായ നഫിലുകൾ സുന്നത്തായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്. ഒരാൾ ഫർള് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, സുന്നത്ത് ചെയ്താൽ അത് മുഖേന എന്താവില്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കൂല. അപ്പം ഫർള് ആദ്യം ചെയ്യുക, എന്നിട്ട് നഫിലുകൾ ചെയ്യുക. നഫിലുകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക. വൽ ഹദീസു അൻഹു ഇൻദൽ ബുഖാരി ഫി സ്വഹീഹ്. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചതാണിത് ഈ ഹദീസ്. അപ്പോൾ ആയത്തിൻ്റെ കൃത്യമായ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് വലാ യജൂസു തഖർറുബു ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും അടിമകളിലേക്ക് എന്ത് ചെയ്യുക, അവരുടെ സാമീപ്യം സിദ്ധിക്കുക, തേടുക എന്നുള്ളത് എന്തല്ല, അനുവദനീയമല്ല. എന്തിനു വേണ്ടിയിട്ട്, ലിയകൂന വാസുത്തൻ ഇൻദല്ലാഹ്, ആ അടിമ ഇവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു ഇടയാളനാകാൻ വേണ്ടിയിട്ട് ആ അടിമയിലേക്ക് എന്ത് ചെയ്യുക, അടുപ്പം തേടുക എന്നുള്ളത് എന്തല്ല, അനുവദനീയമല്ല. ബൽഹാദ മിന ഷിർക്കിൽ അക്ബർ, നേരെ മറിച്ച് എന്തായി മാറും, ഷിർക്കുൻ അക്ബറായിട്ട് മാറുന്നതാണ്. വഹുജ്ജത്തുൽ വസതാഇ ഹിയ അല്ലതി ഔഖഅത് അൽ മുശ്രിക്കീന ഫിശ്ശിർക്കി കമാ ഖാല തആല. ഈ പറയുന്ന ഈ വസതാക്കൾ എന്താണ്, ഈ ഇടയാളന്മാരെ ഞങ്ങൾ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തെളിവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ എവിടെ സംഭവിച്ചത്, മുശ്രിക്കി മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ ഷിർക്കിൽ കൊണ്ടുപോയി ചാടിച്ച് ദേവാദം തന്നെയായിരുന്നു. അള്ളാഹു ഇത് പറയുന്നുണ്ട്. അള്ളാഹ് പറയുന്നു, ഫഅ്ബുദില്ലാ, നിങ്ങൾ അള്ളാഹുവിന് എന്ത് ചെയ്യുക, നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. എപ്രകാരമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇബാദാത്തുകൾ മുഴുവനും കലർപ്പില്ലാതെ അവന് സമർപ്പിക്കുന്നവനായ നിലയിൽ നീ എന്ത് ചെയ്യണം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. അള്ളാഹ് പറയണം. എന്നിട്ട് പറഞ്ഞു, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, അറിയണം അള്ളാഹുവിനുള്ളതാണ് കലർപ്പില്ലാത്ത ഇബാദാത്തുകൾ, അള്ളാഹുവിനുള്ളതാണ്. അത് മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ കലർപ്പില്ലാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അതുമാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമുള്ളൂ. എന്നാൽ വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ, എന്നിട്ട് വീണ്ടും അള്ളാഹ് പറയണം, അള്ളാഹുവിനെ കൂടാതെ വലിയകളെ സ്വീകരിച്ചിരിക്കുന്നതായ ആളുകൾ, വേറെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ, അവർ പറയും, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ,
ഞങ്ങൾ അവർക്ക് ഇബാദാത്തുകൾ അർപ്പിക്കുന്നില്ല, അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്ത് ചെയ്യുന്നില്ല. എത്ര കൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇഖ്ലാസോടെ ഇബാദാത്തുകൾ പൂർണ്ണമായി അവന് മാത്രം അർപ്പിക്കുക, അത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അവന് പുറമെ മറ്റുള്ള വലിയകളെ സ്വീകരിക്കുന്ന ആളുകൾ അവരെന്താ ചെയ്യുക? അവർ പറയണം ഞങ്ങൾ അവർക്ക് ഇബാദാത്ത് ചെയ്യുന്നില്ല, എന്തിനല്ലാതെ? അവർ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനല്ലാതെ. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, അതിൽ അള്ളാഹു തീരുമാനം കാണും. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? വിധി തീർപ്പ് നടത്തുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. ഇങ്ങനെ വ്യാജം പറഞ്ഞ, അള്ളാഹുവിന് ഇടയാളന്മാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന, കള്ളം പറഞ്ഞിരിക്കുന്ന, വ്യാജം പറഞ്ഞ ആളുകൾ, കുഫാറുകളായ ആളുകൾ, അവർക്ക് അള്ളാഹു എന്ത് ചെയ്യില്ല? മാർഗദർശനം നൽകുകയില്ല. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് വിശദീകരിക്കുകയാണ്, ഉൻദുർ മാ ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിലുള്ളത് എന്താണെന്ന് കൃത്യമായി നോക്കൂ. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇവിടെ അംറും ബിത്തൗഹീദിൽ ഖാലിസ്, നിഷ്കളങ്കമായ തൗഹീദ് അള്ളാഹു കൽപ്പിക്കുകയാണ്. അള്ളാഹുവിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. എന്നിട്ട് പറയുന്നു അലാലില്ലാഹിദ്ദീനുൽ ഖാലിസ്, ഖാലിസായതല്ലാതെ അള്ളാഹുവിന് വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? സ്വീകരിക്കുകയുള്ളൂ. ഫലാ യഖ്ബലുല്ലാഹു ഇല്ലദ്ദീനൽ ഖാലിസ് വല, അള്ളാഹുവിന് കലർപ്പില്ലാതെ ചെയ്യുന്ന ഇബാദാത്തുകൾ മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? സ്വീകരിക്കുകയുള്ളൂ എന്ന് രണ്ടാമത് പ്രസ്താവിക്കുന്നു. എന്നിട്ട് പറയുകയാണ് വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ വലിയകളെ സ്വീകരിച്ചിരിക്കുന്നവർ. ആരാണത്? കുല്ലുല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുന്നതായ സകലരും. അവരെ കുറിച്ചാണ് പറയണത്. മക്കയിലുണ്ടായിരുന്ന ആളുകൾ മാത്രമല്ല. യഖൂലൂൻ, അവർ പറയുന്നു മാ നഅ്ബുദുഹും ലിദവാതിഹിം, ഞങ്ങൾ ശരിക്കും അവർക്കല്ല ഇബാദത്ത് ചെയ്യുന്നത്, ഞങ്ങൾ യഥാർത്ഥത്തിൽ അവരെയല്ല ആരാധിക്കുന്നത്. വ ഇന്നമാ നഅ്ബുദുഹും ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അവർക്ക് ഇബാദത്തുകൾ കൊടുക്കുന്നത് അവർ ഞങ്ങളെ അള്ളാഹുലേക്ക് എന്ത് ചെയ്യാനാണ്? അടുപ്പിക്കാനാണ്. ഫഹും ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് ശുപാർശകർ മാത്രമാണ്. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ഇടയാളന്മാർ മാത്രമാണെന്ത് ഇവർ എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ് ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. അതായത് ഫബയ്യന അന്നല്ലദീ യഅ്ബുദു ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നതിനെ അവരെക്കുറിച്ച് അള്ളാഹ് വിശദീകരിക്കുകയാണ്. വയഹ്തജ്ജു ബിഅന്നഹു ലാ യഅ്ബുദു, അവർ പറയാണ് ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നില്ല. വഇന്നമാ യതഖറബു ഇലൈഹിം ലിയുഖർരിബു, ഞങ്ങൾ അവരിലേക്ക് അടുപ്പം തേടുന്നതിനാണ്, അവരെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. അപ്പോൾ അള്ളാഹ് പറയണം അന്നഹു കാദിബുൻ ഫീ ദഅവ, അവർ ഈ പറയുന്ന വാദം എന്താണ്? അവൻ വ്യാജനാണ്, കള്ളമാണ് അവർ പറയുന്നത് എന്നുള്ള പറയാണ്. ഫഹുവ ആബിദുൽ ലഹും, യഥാർത്ഥത്തിൽ ഇവർ അവരെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. കഫാറുകളാണ്, സ്വീഖത്തു മുബാലഗയാണ്, അതായത് കഠിനമായ കുഫ്റാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് മുഖേന അവർ ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അല്ലാത്ത ആളുകൾ, അവർ മക്ക മുശ്രിക്കുകൾ സ്വീകരിച്ചത് മലായിക്കത്തിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ജിന്നുകളെ വിളിച്ചിട്ടുണ്ട്, അമ്പിയാക്കളെ വിളിച്ചിട്ടുണ്ട്, സ്വാലിഹ്യങ്ങളെ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണെങ്കിലും അങ്ങനെ ഇടയാളന്മാരെ വിളിച്ച് അവർക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് എന്താണ്? കഠിനമായ ശിർക്കാണ്, കുഫറാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. വഹാദിഹി ഹിയ ഹീലത്തു ശൈത്താൻ, ഇങ്ങനെ ഈ ഇടയാളന്മാരെ ഇടയിൽ വെച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഷൈത്വാനിൻ്റെ ഹീലത്തായിരുന്നു, കുതന്ത്രമായിരുന്നു, ഉപായമാണ്. അല്ലത്തി ഇഹ്താല ബിഹാ അലാ ബഅദുൽ മുസ്ലിമീൻ, ഈ ഉപായം, ഈ കുതന്ത്രം എന്ത് ചെയ്തു? ഷൈത്വാൻ ചില മുസ്ലിമീങ്ങളുടെ അടുക്കൽ എന്ത് ചെയ്തു? പ്രയോഗിച്ചു. ഫഇന്ന ഷൈത്വാന അലിമ അന്നൽ മുസ്ലിമ യഅബാ അശ്ശിർക ഈബാഅൻ ശദീദ, കാരണം ഷൈത്വാൻ നല്ല പോലെ അറിയാം ഷിർക്ക് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായിട്ട് ഇതിനെ എന്ത് ചെയ്യും? എതിർക്കും. ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാണെന്ന് ഏതെങ്കിലും മുസ്ലിമീങ്ങൾ പറയോ? ഇല്ല, അവരതിന് ശക്തമായിട്ട് എന്ത് ചെയ്യും? ഷിർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യമുള്ള കാര്യമാണെന്ന് ഷൈത്വാനിന് അറിയാം. അതുകൊണ്ട് ഫജാഅഹു ബിഹാദിഹിൽ ഹീല, അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഉപായവുമായിട്ട് ഷൈത്വാൻ അവരെ സമീപിച്ചു. അങ്ങനെ ഫഔഖഅ ബഅദുൽ മുസ്ലിമീന ഫി ഇബാദത്തി ഗൈരില്ലാഹ്, എന്നിട്ട് ചില മുസ്ലിമീങ്ങളെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ എന്ത് ചെയ്തു? അവർ വീഴ്ത്തി. എന്താണ് അവരുടെ തെളിവ്? ബിഹുജ്ജത്തി അന്നഹും ശുഫആഉ ഇൻദല്ലാഹ്, എന്താണ്? ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് എത്തിച്ചു. വയതീഹിം ബിശത്താ അശ്ശുബ്ഹ്, വ്യത്യസ്തങ്ങളായ എന്ത് ചെയ്തു? ആശയക്കുഴപ്പങ്ങൾ എന്ത് ചെയ്തു? ഇവരുടെ മേൽ ഇട്ടുകൊടുത്തു.
ഫയഖൂലു ലഹും മസലൻ, ഉദാഹരണത്തിന് അവരോട് പറയും, ശൈത്വാൻ അവരോട് പറയും, അൻതും ഉബ്ബാദുൻ മുദ്നിബൂന മുഖസ്സിറൂൻ, നിങ്ങൾ പാപം ചെയ്യുന്ന ധാരാളം ന്യൂനതകളുള്ള അടിമകളാണ്. മഖാമുക്കും അഖ്സറു മിൻ അൻ തസിലു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ ഭാഗത്തിന് വലിയ മക്കാമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങളെന്താണ്, വളരെ നിസ്സാരരായ ആളുകളാണ്. അള്ളാഹുവിലേക്ക് നേരെ ചെന്നെത്താൻ നിങ്ങൾക്ക് സാധിക്കൂല. അതുകൊണ്ട് ഫസീദു വ തഖറബു ഇലാ ഔലിയാ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നിങ്ങളുടെ മക്കാമുകൾ അധികരിപ്പിക്കാൻ എന്ത് ചെയ്തോ, ഔലിയാക്കളെ സമീപിച്ചു കൊള്ളുക. ലിയർഫഉ ഹാജാതികും ഇലല്ലാഹ്, അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കും. ഫയഖൂദുഹും ഇലാ മാ യഖ്തഉ സിലതഹും ബില്ലാഹ്, അങ്ങനെ യഥാർത്ഥത്തിൽ ശൈത്വാൻ എന്താണ് ചെയ്തത്, അള്ളാഹുവുമായുള്ള ബന്ധം, ഇവരുടെ അള്ളാഹുവുമായുള്ള ബന്ധം മുറിച്ചു കളയുന്നതിലേക്ക് എന്ത് ചെയ്തു, യഥാർത്ഥത്തിൽ ശൈത്വാൻ ഇവരെത്തിച്ചു. യഥാർത്ഥത്തിൽ ഇവർ ഇത് ചെയ്യുന്നത് മുഖേന ഈ ഇടയാളന്മാർ ഇവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണോ ചെയ്യണത്? അല്ല. ഇത് മുഖേന എന്താണ് സംഭവിച്ചത്, ശൈത്വാൻ അള്ളാഹുവുമായുള്ള ഇവരുടെ ബന്ധത്തെ എന്ത് ചെയ്തു, വിച്ഛേദിച്ച് കളയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അലാ വഹുവ ശിർക്ക്, അതാണ് എന്ത്, ശിർക്ക് എന്നുള്ളത്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അവരെന്ത് ചെയ്യുന്നു, ഇബാദാത്തുകൾ ചെയ്യുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവരെ ഉപദ്രവമേൽപ്പിക്കാൻ സാധിക്കാത്ത വസ്തുക്കൾക്ക്, അവർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കാത്തതായ ആളുകൾക്ക്. വയഖൂലൂൻ, എന്നിട്ട് അവർ പറയുന്നു, ഹഉലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഇക്കൂട്ടർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണെന്ന് എന്ത് ചെയ്യുന്നു, ഇവർ പറയുന്നു. ഖുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദ്, നബി അവരോട് ചോദിക്ക്, നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ, ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിന് അറിയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കണോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, ഇവർ ഈ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്നുള്ള പറയാണ്. അള്ളാഹുവിന് എന്തില്ല, ഈ പറയേണ്ട ശുപാർശകരുടെ ആവശ്യമല്ല. നിങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയിൽ ശുപാർശകരെ വെക്കേണ്ട ഒരു കാര്യമില്ല. ഇത് വളരെ വിചിത്രമായി തോന്നുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിന് ഇങ്ങനെ ഒരു തെളിവിനെ കുറിച്ച് അള്ളാഹ്ക്കറിയില്ല, എന്നിട്ട് ഇങ്ങനെ കാര്യം നിങ്ങൾ അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്നുള്ളത് ചോദിക്കുകയാണ്. വഖദ് ബയ്യന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഹാദിഹിൽ ഖദിയ്യ വജല്ലഹ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ പ്രശ്നത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അത് പ്രകാരമാണ്. അവിടുന്ന് പറഞ്ഞു, മൻ ജഅലൽ മലായികത വൽ അംബിയാ വസായിത യദ്ഊഹും, ആരെങ്കിലും മലായികത്തുകളെ അംബിയാക്കളെ എന്ത് ചെയ്തു, ഇടയാളന്മാരായി വെക്കുകയും അവരോട് ദുആ ചെയ്യുകയും ചെയ്താൽ, വയതവക്കലു അലൈഹിം, എന്നിട്ട് അവരുടെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചാൽ, വയസ്അലുഹും ജൽബൽ മനാഫിഇ വദഫ്അൽ മദാർ, അവരോട് ചോദിക്കുന്നു എന്തെങ്കിലും നേട്ടങ്ങൾ കൊണ്ടുവന്നു തരാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസങ്ങളെ തടുക്കാൻ ഈ ഇടയാളന്മാരോട് തേടുകയും ചെയ്താൽ, ഏതുപോലെ മിസ്ലു അൻ യസ്അലഹും ഗുഫ്റാനദം, പാപമോചനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ ഈ പറയുന്ന അമ്പിയാക്കളോടും സ്വാലിഹ്യങ്ങളോടും ചോദിക്കുന്നു, ധാരാളം നമുക്ക് കാണാം. അതേപോലെ വഹിദായത്തുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സന്മാർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സന്മാർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇടയാളന്മാരോട് ചോദിക്കുന്നു. വതഫ്രീജിൽ കുറൂബ്, പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട്. വസദ്ദിൽ ഫഖാത്ത്, ഏതെങ്കിലും ദാരിദ്ര്യവും പ്രയാസങ്ങളും വരുമ്പോൾ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്താൽ ഫഹുവ കാഫിറും ബിഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഏകോപിച്ചിട്ടുണ്ട് എന്താണ്, ഇത് മുഖേന അവൻ കാഫിറാകും, അത് കുഫറാണ് എന്നുള്ളതിൽ. എന്നിട്ട് വഖദ് ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, അവർ പറഞ്ഞു റഹ്മാനായ അള്ളാഹു ഒരു സന്തതിയെ സ്വീകരിച്ചു എന്ന്. സുബ്ഹാനഹു ബൽ ഇബാദും മുക്രമൂൻ, അവൻ പരിശുദ്ധനാണ്, അവൻ എത്രയോ പരിശുദ്ധനാണ് മക്കളുണ്ടാകുന്നതിനെ തൊട്ട്. എന്നാൽ ബൽ ഇബാദും മുക്രമൂൻ, അവർ ആരോപിക്കുന്ന ഈ മലായിക്കത്ത് അത് അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ അല്ലെങ്കിൽ മാന്യരായ ആരാണ്, അടിമകൾ മാത്രമാണ് ഈ മലായിക്കത്ത് എന്നുള്ളത്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ, ഈ മലായിക്കത്ത് അള്ളാഹുവിനെ മുൻകടക്കുകയില്ല അവരുടെ വാക്യങ്ങൾ കൊണ്ട്. അള്ളാഹ് എന്തു പറയണോ അത് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്യുക. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ വഹും മിൻ ഖശ്യതിഹി മുഷ്ഫിഖൂൻ, അവരുടെ മുന്നിലുള്ളതും
പിന്നിലുള്ളതും അവന് മുന്നിലുള്ളതും പിന്നിലുള്ളതും എന്ത് ചെയ്യുന്നു? അവൻ അറിയുന്നു. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ വഹും മിൻ ഖശിയതിഹി മുഷ്ഫിഖൂൻ. ഈ മലായിക്കത്ത് അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ലാതെ എന്ത് ചെയ്യില്ല, ശുപാർശ ചെയ്യുകയില്ല. അള്ളാഹു തൃപ്തിപ്പെട്ട് അനുമതി കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, മലായിക്കത്ത് ശുപാർശ ചെയ്യും. പക്ഷെ എന്ത് വേണം? അള്ളാഹു അനുമതി കൊടുക്കണം. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന ശുപാർശ ചെയ്യുകയുള്ളൂ. വഹും മിൻ ഖശിയതിഹി മുഷ്ഫിഖൂൻ. മാത്രമല്ല അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് വളരെയധികം ഭയചകിതരായി ജീവിക്കുന്നവരാണ് ആര്? മലായിക്കത്ത്. അത് ചില ഹദീസുകളിലെല്ലാം കാണും. ഖുർആന്റെ വിശദീകരണത്തിൽ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന കേട്ടാൽ മലായിക്കത്ത് എന്ത് ചെയ്യും, ബോധം കെട്ട് വീഴുമെന്നാണ്. അത്രത്തോളം പേടിയാണെന്നാണ് അവർക്ക്. ഓരോ കൽപ്പന വരുമ്പോഴും അവരെന്ത് ചെയ്യും, വീണുപോകും. അത്രയ്ക്ക് പേടിച്ചാണ് എന്ത് ചെയ്യണത് മലായിക്ക. എന്നിട്ട് ആദ്യം ഉണരുന്നത് ജിബ്രീലായിരിക്കുമെന്നാണ്. അതിനുശേഷമാണ് അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു എന്ത് ചെയ്യും, ഈ കൽപ്പന കൈമാറും. പിന്നീടാണ് മറ്റുള്ള മലായിക്കത്ത് ഉണരുക. അപ്പോൾ അവർ ചോദിക്കും, എന്താണ് റബ്ബ് പറഞ്ഞത് എന്ന്. അപ്പം അങ്ങനെ ജീവിക്കുന്നവരാണ് മലായിക്കത്ത്. അവർ ആർക്കെങ്കിലും ശുപാർശ പറയണമെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് അനുമതി കൊടുക്കണം. അല്ലാതെ അവരെന്ത് ചെയ്യില്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി ശുപാർശ പറയുകയില്ല. അതും ആർക്കാണോ ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുമതി കൊടുക്കുന്നത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ. വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനിഹി. അവരിൽ ആരെങ്കിലും ഞാൻ അള്ളാഹുവിന് പുറമെ ആരാധ്യനാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു മലായിക്കത്ത് പറഞ്ഞാൽ, ഫദാലിക നജ്സിഹി ജഹന്നം, അവർക്ക് നാം എന്ത് ചെയ്യും, ജഹന്നം കൊടുക്കും. എന്നോട് നിങ്ങൾ ദുആ ചെയ്തോ, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ശുപാർശ നൽകാം എന്ന് ഏതെങ്കിലും മലക്ക് പറഞ്ഞാൽ, ആ പറയുന്ന മലക്ക് എവിടെ ആയിരിക്കും, നരകത്തിലായിരിക്കും. കദാലിക നജ്സി സ്വാലിമീൻ. അപ്രകാരമാണ് നാം എന്ത് ചെയ്യുക, അക്രമകാരികൾക്ക് പ്രതിഫലം കൊടുക്കുക എന്നുള്ളത് പറയാണ്. അപ്പോൾ മലായിക്കത്തിനോട് ദുആ ചെയ്യാൻ അള്ളാഹു ചെയ്തിട്ടില്ല, അവരാരാധ്യരാക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും മലക്ക് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, നരകം കൊടുക്കും, അവർ അക്രമകാരികളായിരിക്കും എന്നുള്ള പറയാണ്. ഹാദാ ഫീ ഷഅനിൽ മലായിക്കത്തി അലൈഹിമുസ്സലാം. ഇത് മലായിക്കത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. ഫലാ യസ്ലുഹൂന അൻ യുതഖറബ ഇലൈഹിം ലിയകൂനു വസായിത ഇൻദല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ഇടയാളന്മാരായി തീരാൻ ഇങ്ങനെയുള്ള മലായിക്കത്തിനോട് സാമീപ്യം തേടുക എന്നുള്ളതല്ല, അത് ശരിയായ രീതിയല്ല, ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന മാർഗമല്ല. ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിൽ ഇടയാളന്മാരെ നിശ്ചയിക്കുകയും എന്നിട്ട് യദ്ഊഹും എന്ത് ചെയ്യും, അവരോട് ദുആ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ യതഖറബു ഇലൈഹിം ബിദ്ദുആ, ദുആ കൊണ്ട് അവരോട് എന്ത് ചെയ്യുന്നു, അവരുടെ സാമീപ്യം തേടുന്നു. ബിഹുജ്ജത്തി അന്നഹു യത്തഖിദുഹും ശുഫആ ഫലാ യഖൂലു യാ അല്ലാഹ്. അപ്പോൾ ഇവരുടെ തെളിവിതാണ്, ഞങ്ങൾ ഇവരെ ശുഫആക്കളായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇസ്തിഷ്ഫാ ആണ് തേടുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ അവരോട് ദുആ ചെയ്യല്ല, പിന്നെന്താണ്, ഇസ്തിഷ്ഫാ ആണ് ചെയ്യുന്നത്. അവരോട് ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തേടുകയാണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യല്, ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയല്. മക്കാ മുശ്രിക്കുകൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അവരും പറയണത്. ഇവർ ഞങ്ങളുടെ അടുക്കൽ ശുപാർശ പറയാം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതിനാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്, അവരോട് തേടുന്നത് എന്നാണ് പറയണത്. ഇതേ വാദം തന്നെയാണ് നമ്മുടെ ആളുകളും പറയണത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഷെയ്ഖ് സാലിഹ് സുലൈമാൻ റുഹൈൽ പറയാണ്, ഫലാ യഖൂൽ യാ അള്ളാഹ്, അവർ യാ അള്ളാഹ് എന്ന് വിളിക്കൂല, പിന്നെയോ വലാകിൻ യഖൂൽ യാ സയ്യിദി ഫുലാൻ, ഇങ്ങനെയൊക്കെ വിളിക്കും, യാ ഷെയ്ഖി യാ സയ്യിദി, ഈ പറയുന്ന അഭിസംബോധനയാണ് ചെയ്യുക. വദ്ദുആഉ ഇബാദ, ഇങ്ങനെ ദുആ ചെയ്യുക എന്നുള്ളത് എന്താണ്, അത് ഇബാദത്താണ് എന്നല്ല. ഫമൻ ജഅലഹു ലിഗൈരില്ലാഹ് ഫഖദ് അശ്റക, ഈ ദുആ അല്ലാഹു അല്ലാത്തവരോട് ആരെങ്കിലും നടത്തിയാൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു, ശിർക്ക് ചെയ്തിരിക്കുന്നു. ബി അയ്യി ഹുജ്ജത്തിൻ മിനൽ ഹുജജി ഫഅൽ, അത് ഏതൊരു തെളിവ് വെച്ചിട്ടാണ് പറയണതെങ്കിലും ശരി, ഇസ്തിഷ്ഫായിനാണെന്ന് പറഞ്ഞോട്ടെ, അതില്ലെങ്കിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കാനാണെന്ന് പറയട്ടെ, എന്ത് തെളിവ് അവർ കൊണ്ടുവന്നാലും അതെന്താണ്, എന്ത് ന്യായം പറഞ്ഞാലും അത് ശരിയല്ല, അത് ശിർക്ക് തന്നെയാണ്. അള്ളാഹു തആല പറഞ്ഞതുപോലെ, വഖാല റബ്ബുകും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉത്തരം നൽകും. എന്നാൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് അഹങ്കരിക്കുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നരകത്തിൽ അവരെന്ത് ചെയ്യും, നിന്ദ്യരായി പ്രവേശിക്കും എന്നുള്ള പറയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജഅല ദുആ ഇബാദതൻ, ദുആയിന് എന്തായിട്ടാണ് പറയണത്, ദുആ ഇബാദത്താന്നാണ് പറയണത്. എന്നോട് നിങ്ങൾ ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉത്തരം നൽകും. എന്നിട്ട് എന്നോട് ദുആ ചെയ്യാതെ അഹങ്കരിക്കുന്നവൻ നരകത്തിൽ പോകുന്നതാണ് പറഞ്ഞത്. അല്ല, എനിക്ക് ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ദുആ ചെയ്യാതെ വേറെ ആളുകൾക്ക് ദുആ ചെയ്യുന്ന ആൾക്കാർ എന്നർത്ഥം.
അല്ലെങ്കിൽ എന്നോട് ദുആ ചെയ്യാൻ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ, മടി കാണിക്കുന്ന ആളുകൾ, അവരെന്ത് ചെയ്യും? നരകത്തിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ദുആഇനെ കൃത്യമായിട്ടും ഇതായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്, ഇബാദത്തായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദുആഉ ഹുവൽ ഇബാദ, ദുആ തന്നെയാണെന്ത്? ഇബാദത്ത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇമാം അബൂദാവൂദും തുർമുദിയും ഇബ്നു മാജയും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണത്. രണ്ടാമതായി മുസന്നിഫ് പറയുന്നു വയസ്അലുഹുമു ഷഫാഅ, അവരോട് എന്ത് ചെയ്യും? ശുപാർശ തേടുന്നവനെ, ഇടയാളന്മാരെ വെച്ചിട്ട് അവരോട് എന്ത് ചെയ്യും? ശുപാർശ ചോദിക്കും. അഷ്ഷഫാഅത്തു മിൽക്കുല്ലാഹി അസ്സ വജല്ല, ശുപാർശ എന്നുള്ളത് ആരുടെ അധികാരമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിൽപ്പെട്ടതാണ് ശുപാർശ എന്നുള്ളത്. എന്നിട്ടോ യഹിബുഹാ ലിമൻ യശാഉ മിൻ ഇബാദിഹി ഇക്റാമൻ ലഹു, ഇത് അള്ളാഹു കൊടുക്കും ചില ആളുകൾക്ക്. ശുപാർശ ചെയ്യാനുള്ള അധികാരം അള്ളാഹു എന്ത് ചെയ്യും? ചില ആളുകൾക്ക് കൊടുക്കും. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? ഇക്റാമൻ ലഹു, അവർക്കൊരു ആദരവിന് വേണ്ടിയിട്ടാണ്. അവരോട് അവർക്കൊരു പ്രതിഫലം എന്നുള്ള നിലയിൽ, അവരെ ആദരിക്കുക എന്നുള്ള നിലയിൽ, മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് എന്ത് വേണം? ഒരു ആദരവ് കൊടുക്കുക എന്നുള്ള നിലയിലാണ് അള്ളാഹു ശുപാർശക്കുള്ള അധികാരം എന്ത് ചെയ്യണം? ആർക്കെങ്കിലും കൊടുത്താൽ കൊടുക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഈ പറയുന്ന ശുപാർശക്കുള്ള അധികാരമുള്ളത്. വലാ തൻഫഉ ഷഫാഅത്തു അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹി വറിദ, അള്ളാഹുവിൻ്റെ അനുമതിയും തൃപ്തിയുമില്ലാതെ ആരുടെ ശുപാർശയും എന്ത് ചെയ്യൂല? ഗുണം ചെയ്യൂല. വലാ തകൂനു ഇല്ലാ ലിമൻ റളിയല്ലാഹു അൻ, അള്ളാഹു ആർക്ക് വേണ്ടിയിട്ടാണോ, ആരെയാണോ തൃപ്തിപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലാതെ ശുപാർശയും സാധ്യമാവുകയില്ല. അപ്പോൾ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവൻ്റെ അനുമതിയോടെ ശുപാർശ കൊടുക്കും. അവരോട് പറയുന്നത് ഇന്ന ആൾക്ക് ശുപാർശ ചെയ്തോ എന്നെന്ത് ചെയ്യും? അള്ളാഹു പറയും. അതല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റൂല, ശുപാർശ പറയാൻ പറ്റൂല. അള്ളാഹു തആല പറയുന്നു ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ശുപാർശക്കുള്ള അധികാരം പൂർണ്ണമായും അള്ളാഹുവിനുള്ളതാണ്. ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശഫാഅത്ത് പൂർണ്ണമായും ആർക്കുള്ളതാണത്? അത് അള്ളാഹുവിനുള്ള അധികാരമാണ്, അള്ളാഹുവിൻ്റെ മിൽക്കിലാണത്. ഫലൈസ ലി അഹദിൻ മിൻഹാ ഷൈഉൻ, അതുകൊണ്ട് ആർക്കും അതിലൊരധികാരവും അള്ളാഹു വക വെച്ച് കൊടുത്തിട്ടില്ല. ലൈസ ലി അഹദിൻ മിൻഹാ, ലൈസ ലി അഹദ്, ആർക്കും തന്നെയില്ല. മഹുമാ അദുമ ഫദ്ലു, അവൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാകട്ടെ, എത്ര വലിയ മലക്കാകട്ടെ, നബിയാകട്ടെ, എന്തില്ല? ലൈസ ലി അഹദിൻ മിൻഹാ ഷൈഉൻ, ശുപാർശയിൽ നിന്ന് ഒന്നും അള്ളാഹു ചെയ്യില്ല, ആർക്കും കൊടുക്കുകയില്ല. ഇന്നമാ ഹിയ ലില്ലാഹ്, അതിൻ്റെ പൂർണ്ണ അധികാരം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. യഹിബുഹാ ലിമൻ അദിന ലഹു വറദിയ അൻഹു, എന്നാൽ അത് അള്ളാഹു കൊടുക്കും ആർക്ക് വേണ്ടി മാത്രം? അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം, അവൻ്റെ അനുമതി പ്രകാരം മാത്രം അവൻ വകവെച്ചു കൊടുക്കും. അപ്പോൾ ആരുടെ കയ്യിലാണ് ഇതുള്ളത്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വീണ്ടും അള്ളാഹു പറയുന്നുണ്ട് വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആരാധ്യരോട് ദുആ ചെയ്യുന്ന ആളുകൾ, അവരുടെ ആരാധ്യർ, അവർ ശുപാർശ എന്ത് ചെയ്യുന്നില്ല? ഉടമപ്പെടുത്തുന്നില്ല. ശുപാർശക്കുള്ള അധികാരം അവർക്കില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്, തൗഹീദ് കൊണ്ട് സാക്ഷ്യം വഹിച്ച ആളുകൾക്കൊഴികെ അവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? അനുമതി കൊടുക്കും. വഹും യഅലമൂൻ, അവരെന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? അതിൻ്റെ അനുമതി കൊടുക്കുകയുള്ളൂ. ഷഹിദ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനി, അതായത് അൽ മുശ്രികൂന ഖദ് ദഅഉ അൽ മലായിക വഖദ് ദഅഉ അൽ അംബിയ, മുശ്രിക്കുകൾ എന്ത് ചെയ്യുമായിരുന്നു? മലായിക്കത്തിനോട് ദുആ ചെയ്യും, അംബിയാക്കളോട് ദുആ ചെയ്യും. വഖദ് ദഅഉ അൽ അസ്നാം, ചിലപ്പോൾ എന്ത് ചെയ്യും? വിഗ്രഹങ്ങളോടും ദുആ ചെയ്യും. വഖദ് ദഅഉ അശംസ വഖദ് ദഅഉ അൽ ഖമർ, സൂര്യനും ചന്ദ്രനോട് പ്രാർത്ഥിക്കും. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണ്? എന്നാൽ അള്ളാഹ് പറയാണ് വലാ യംലികുല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവർക്ക് അള്ളാഹുവിന് പുറമെ ഇവരെ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് എന്തില്ല? യഥാർത്ഥത്തിൽ ശുപാർശക്കുള്ള അധികാരം അവർ ഉടമപ്പെടുത്തുന്നില്ല. ഫലൽ മലായികതു തംലിക് വലൽ അംബിയാഉ തംലിക് വലൽ ഔലിയാഉ തംലിക് വലൽ മഖ്ലൂഖാത്തു തംലിക്. അപ്പോൾ മക്കാ മുശ്രിക്കീങ്ങൾ ആരോടെല്ലാം ദുആ ചെയ്തു? ഇവരോടെല്ലാം ദുആ ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹ് പറയണത് അവരാരും തന്നെ എന്ത് ചെയ്യുന്നില്ല? ശുപാർശയെ അവരുടെ അധികാര പരിധിയിൽ അള്ളാഹു കൊടുത്തിട്ടില്ല. വലൽ മഖ്ലൂഖ, ഒരു മഖ്ലൂക്കും എന്ത് ചെയ്യുന്നില്ല? ശുപാർശയെ, ഷഫാഅത്തിന് ഉടമപ്പെടുത്തുന്നില്ല.
ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് സാക്ഷ്യം വഹിച്ചവനൊഴികെ. അതായത് മുവഹിദിനൊഴികെ. ഹക്ക് കൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ആരായിരിക്കും? മുവഹിദായിരിക്കും. അവരെന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ ഫറളിയല്ലാഹു അൻഹും വഅദിനലഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെടും, അവർക്ക് എന്ത് ചെയ്യും? അനുമതി കൊടുക്കും. വയഖൂലു സുബ്ഹാന, അള്ളാഹു വീണ്ടും പറയുന്നു വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിനല, അള്ളാഹു അനുമതി കൊടുക്കുന്നവർക്കല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ എന്ത് ചെയ്യൂല? പ്രയോജനം ചെയ്യുകയില്ല. വീണ്ടും അള്ളാഹു പറയുന്നു യൗമ ഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറദിയ ലഹു ഖൗല, അന്നേ ദിവസം ശുപാർശ ഉപകാരം ചെയ്യുകയില്ല ഒരാൾക്കല്ലാതെ അവർക്ക് അള്ളാഹു അനുമതി കൊടുത്തു, റഹ്മാൻ അവർക്ക് അനുമതി കൊടുത്തു, അവരുടെ വാക്കുകൾ അള്ളാഹു തൃപ്തിപ്പെട്ടു അവർക്കല്ലാതെ. അതുകൊണ്ട് ഫലാ യനാലു ഷഫാഅ ഇല്ലാ മുവഹിദുൻ, ഷഫാഅത്ത് ലഭിക്കുകയില്ല ആർക്കല്ലാതെ? മുവഹിദിനല്ലാതെ. കാരണം മുവഹിദിനെ അള്ളാഹു എന്ത് ചെയ്യുന്നുള്ളൂ? ഇഷ്ടപ്പെടുന്നുള്ളൂ, തൃപ്തിപ്പെടുന്നുള്ളൂ, അവർക്ക് ശുപാർശ ലഭിക്കൂ. വലാ തുനാലു ഷഫാഅത്തു ബിശ്ശിർക്ക് ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് ഷിർക്ക് ചെയ്യൽ കൊണ്ട് ശുപാർശ കിട്ടുമോ? കിട്ടൂല. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് എന്ത് ചെയ്യാണ്? ദുആ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാ? ശുപാർശ ഇട്ട്. ശുപാർശ അറിയില്ല, അത് അള്ളാഹ് ആർക്കെ കൊടുക്കൂ? മുവഹിദിനെ കൊടുക്കും. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ഇങ്ങനെ ദുആ ചെയ്താൽ ശുപാർശ ഇട്ടൂല. ബലിശ്ശിർക്കു ബില്ലാഹി യുഹറമു ബിഹിൽ അബ്ദു മിന ശഫാഅ, എന്നാൽ ഈ പറയുന്ന ഷിർക്ക് അള്ളാഹുവിൻ്റെ ശുപാർശയെ ഒരു അടിമയ്ക്ക് നിഷിദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ശുപാർശ ലഭിക്കാതിരിക്കാനാണ് എന്ത് ചെയ്യുക? ഇത് കാരണമായി തീരുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അവിടെ നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവർ ആരാണ് എന്ന് ചോദിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നബിയുടെ ശുപാർശ ലഭിക്കണം എന്നെന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട് സ്വഹാബികൾ. അവർക്ക് നന്മയിൽ മുൻകടക്കുന്നവരാണവർ. അപ്പോൾ ഈ ശുപാർശ ആർക്കാണ് ലഭിക്കുക എന്ന് ചോദിച്ചു. അപ്പം നബി പറഞ്ഞു, ലഖദ് വനന്തു യാ അബാ ഹുറൈറ അല്ലാ യസ്അലുനി അൻ ഹാദൽ ഹദീസി അഹദുൻ അവ്വലു മിൻക. അബൂ ഹുറൈറ, ഞാൻ കരുതിയിരുന്നു ഈ ചോദ്യം താങ്കളെക്കാൾ മുമ്പ്, ആദ്യം തന്നെ താങ്കൾ എന്നോട് ചോദിക്കും എന്ന് ഞാൻ കരുതിയിരുന്നു. വേറെ ആരും ചോദിക്കൂല, താങ്കൾ തന്നെയായിരിക്കും ഈ ചോദ്യം. അപ്പോൾ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇതാണ് നബി അംഗീകരിക്കുന്നുണ്ട്. താങ്കളുടെ ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, ഹദീസിനോടുള്ള താങ്കളുടെ ഹിർസ്, താല്പര്യം ഞാൻ കാണുന്നുണ്ട്. അക്കാരണത്താൽ താങ്കൾ തന്നെ ഈ ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അസ്അദുന്നാസി ബിശഫാ, എന്നിട്ട് നബി പറഞ്ഞു, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോടെ പറയുന്നവൻ, ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി കലർപ്പില്ലാതെ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന്, ഇത് ആരാണോ പറയുന്നവൻ അവരായിരിക്കും ശുപാർശ കൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ സൗഭാഗ്യം ലഭിക്കുന്നവൻ, എൻ്റെ ശുപാർശ കൊണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തു. ഈ ഹദീസ് വലിയ പാഠമാണ്. ഇവിടെ ഒരു പാഠം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ ഹരീസായിരുന്നു, വലിയ താല്പര്യനായിരുന്നു. ആര് തന്നെ പറയാണ്? നബി തന്നെ പറയാണ്. വശഹിദ ലഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദ, ഇത് നബി എന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. വഫീ ഹാദാ റദ്ദുൻ അലല്ലദീന യുത്ഇനൂന ഫീ അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നബിയുടെ മറുപടിയാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ എന്താണ്, ഈ ജൂതന്മാരുടെ ഏജന്റാണ് നഊദുബില്ല എന്ന് പറയുന്ന കളിയാക്കാൻ പിന്നീട് പോകുന്ന ആളുകൾക്ക് നബി എന്നെ എന്ത് ചെയ്യാണ്? മറുപടി പറയാണിത്. ഇതെന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിനോട് വലിയ ഹിർസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നവർക്ക് ഉള്ള മറുപടിയാണിത്. ലികൗനിഹി മുക്സിറൻ മിനൽ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസുകൾ കെട്ടിച്ചമച്ചിട്ടുണ്ട് എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾക്കുള്ള മറുപടി. റദ്ദുൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്നുള്ള മറുപടിയാണിത്. ഫസഅല ഹാദ സുആൽ അദീം, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ മഹത്തായ ചോദ്യം ചോദിച്ചു, ആരാണ് ഖിയാമത്ത് നാളിൽ ശുപാർശ കിട്ടുന്ന ആളുകൾ? അപ്പം നബി പറഞ്ഞു, എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷ്കളങ്കമായി പറയുന്നവൻ, അത് മുവഹിദാണ്. അതായത് ഇബാദത്തിൻ്റെ അർഹതയുള്ളവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇത് കേവലം പറയലല്ല, പിന്നെ എങ്ങനെ പറയണം? ഇഖ്ലാസോടെ പറയണം. ഇഖ്ലാസോടെയാണ് പറയുന്നത് എങ്കിൽ ഇബാദത്ത് പിന്നെ അവൻ ആർക്ക് മാത്രമേ സമർപ്പിക്കൂ? അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കൂ. ഇബാദത്തിൻ്റെ ഒരിനവും പിന്നെ എന്ത് ചെയ്യൂല? ഒരു മഖ്ലൂക്കിനും അവൻ ചെയ്യൂല. ഇഖ്ലാസോടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എങ്കിൽ, അപ്പോൾ ഇഖ്ലാസോടെ പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ?
ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ നബിയുടെ ശുപാർശ അവന് ലഭിക്കുകയുള്ളൂ. വഖാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ നബിക്കും ഉത്തരം നൽകപ്പെടുന്ന ഓരോ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവത, ഓരോ നബിമാരും അവരുടെ പ്രാർത്ഥനകൾ ദുനിയാവിൽ തന്നെ എന്ത് ചെയ്തു, ഉപയോഗപ്പെടുത്തി. എന്നാൽ വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, എൻ്റെ ദഅവത്തിന് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, മാറ്റിവെച്ചിരിക്കുകയാണ്. ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ശുപാർശ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഉത്തരം നൽകപ്പെടുന്ന ഏതൊരു നബിക്കും നിർബന്ധമായും ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു കൊടുത്തു. അത് ഞാനിവിടെ ചെയ്തിട്ടില്ല, പിന്നെ ഖിയാമത്ത് നാളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, ആരാണോ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ മരിക്കുന്നത് അവർക്കത് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നിട്ട് പറയണം ഇൻഷാ അല്ലാഹ് എന്താ പറയണത്, ഇൻഷാ അല്ലാഹ് പറയാണ്. ആരുടെ കയ്യിലല്ല ശുപാർശയ്ക്കുള്ള അധികാരം? നബിയുടെ കയ്യിലല്ല, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, അത് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഇവിടെ ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് ലിഅന്നൽ അംറ ബിഇദ്നില്ലാ, കാരണം കാര്യം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ്. അതുകൊണ്ടാണ് നബി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞത്. ലാ യംലിക്കു നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി വരെ എന്ത് ചെയ്യുന്നില്ല, ഇത് ഉടമപ്പെടുത്തുന്നില്ല. ഇന്ന ആൾക്ക് ഞാൻ ശുപാർശ ചെയ്യാമെന്ന് നബി കരുതി സാധിക്കൂല. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ. അത് ആർക്കാണ് ലഭിക്കുന്നത്? മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്ക് ചേർക്കാതെ മരിച്ചുപോയ ആളുകൾക്ക് അവർക്കേ കിട്ടുള്ളൂ. എന്നാൽ ശിർക്ക് ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യില്ല, കിട്ടുകയില്ല. ഫകൈഫ യർജു ശഫാഅ മൻ യുശ്രികു ബില്ലാഹി ബിഹുജ്ജത്തി ശഫാഅ, അപ്പോൾ ഇസ്തിശ്ഫാ തേടുന്നു എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ പറഞ്ഞ് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടുക? കിട്ടുകയില്ല. അവർക്ക് ശുപാർശ കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ചോദിക്കണം, മുവഹിദാകണം. നബിയുടെ ശുപാർശ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആരോട് ചോദിക്കണം? അള്ളാഹിനോട് ചോദിക്കണം. അപ്പോഴേ മുവഹിദാവുകയുള്ളൂ. ഇന്നഹു വല്ലാഹി ലൗ തിറാബുൻ അദീം, അള്ളാഹുവാണ് സത്യം, ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്, ഇൽത്തിറാബാണ് എന്ന് ഷെയ്ഖ് പറയാണ്. മൂന്നാമത് മുസന്നിഫ് റഹ്മഹുള്ളാഹി പറയുന്നു വയതവക്കലു അലൈഹിം, അവരുടെ മേൽ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഇടയാളന്മാർ ചെയ്യുന്ന ഇബാദാത്തുകളിൽ മറ്റൊന്ന് വയതവക്കലു അലൈഹിം, അവരെന്ത് ചെയ്യുന്നു, ഈ ഇടയാളന്മാരുടെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഐ യഅ്തമിദു അലൈഹിം ബിഖൽബി, അതായത് ഹൃദയം കൊണ്ട് അവരെ ആശ്രയിക്കുന്നു. ഇതാണ് തവക്കലു ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഹൃദയം കൊണ്ട് ആശ്രയിക്കേണ്ട ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. ഫി ജൽബി നഫ്ഇൻ ഔ ദഫ്ഇ ദർരിൻ, എന്തെങ്കിലും നേട്ടം കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രയാസം തടുക്കാൻ സാധിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഹൃദയം ഏതെങ്കിലും നേട്ടം എനിക്ക് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപദ്രവം നിന്ന് നീങ്ങണം, എന്ത് ചെയ്യണം? ഹൃദയം ബന്ധപ്പെടേണ്ടത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിനെയാണ് ആശ്രയിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞു വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിൻ്റെ മേൽ എന്ത് ചെയ്തോ, ഹൃദയം ബന്ധിപ്പിച്ചുകൊള്ളുക, തവക്കുലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ഫമൻ അഅ്തമദ അലാ മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയുടെ മേൽ ആരെങ്കിലും ആശ്രയിച്ചാൽ, വഅതഖദ അന്ന ബിയദിഹി ജൽബു നഫ്ഇൻ ഔ ദഫ്ഉ ദർരിൻ, അവൻ വിശ്വസിക്കുന്നു അവൻ്റെ കയ്യിലാണ് ഉപകാരം, അതേപോലെ തന്നെ ഉപകാരം കൊണ്ടുവരലും ഉപദ്രവം തടുക്കലും. വയുഅ്തമദു അലൈഹി ഇഅ്തിമാദൻ മുത്ലഖ്, നിരുപാധികം അവൻ്റെ മേൽ ഇങ്ങനെ ഒരാൾ ആശ്രയം ചെലുത്തിയാൽ ഫഖദ അശ്റക ബില്ലാഹ്, അവരെന്ത് ചെയ്തു, അള്ളാഹുവിൽ പങ്കു ചേർത്തു. വഖദ് ഫസ്സൽനാ അൻവാഅ അത്തവക്കുലി ഫീ ശർഹിനാ ലികിതാബി തൗഹീദി വലാ യക്ഫി അൽ മഖാം ലിത്തഫ്സീലി ഫീ ഹാദൽ ബാബ്. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ കിതാബു തൗഹീദിൻ്റെ ഷർഹിൽ തവക്കുലിൻ്റെ വ്യത്യസ്ത ഇനങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനുള്ള സ്ഥലമല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ് വഖൗലു ഷൈഖ് ഹുനാ യദ്ഉഹും വയത്തഖിദുഹും ശുഫആഅ വയതവക്കലു അലൈഹിം. അപ്പോൾ ഇടയാളന്മാരെ സ്വീകരിച്ച് അവരോട് ദുആ ചെയ്യുകയും ശുപാർശ തേടുകയും അവരുടെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു ഫായിദയുണ്ട്. എന്താണത്? വഹുവ അന്നത്തിഖാദൽ വസാഇതി മിനൽ മഖ്ലൂഖീന ബൈനൽ മഖ്ലൂഖി വൽ ഖാലിഖി നൗഅൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെയും സൃഷ്ടിയുടെയും ഇടയിൽ എന്ത് ചെയ്യുക, ഇടയാളനെ സ്വീകരിക്കുക എന്നുള്ളത് രണ്ട് വിധമാണ്. ഒന്ന് നൗഉൻ മശ്റൂഉൻ, നിയമപരമായ എന്തുണ്ട്, ഒരു ഇടയാളനെ സ്വീകരിക്കലുണ്ട്.
വനൗഉൻ മംനൂഉൻ, മറ്റൊന്നെന്താണ്? മംനൂ ആണ്, തടയപ്പെട്ടതാണ്, പാടില്ലാത്തതാണ്. അമ്മൽ മംനൂ ആയ ഇടയാളൻ ഏതാണ്? പാടില്ലാത്തത്. ഫഹുവ തഖർറുബു ഇലൈഹിം ലിയുഖർരിബൂ ഹാദാ ശിർക്കുൻ ബില്ലാഹ്. ഈ ഇടയാളന്മാർ ഇവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അവരോട് എന്ത് ചെയ്യുക? ഇബാദത്തുകൾ ചെയ്യുക, എന്നിട്ട് അവരോട് ഇബാദത്ത് ചെയ്ത് അവരോട് അടുക്കുക. ഇതാണ് എന്ത്? പാടില്ലാത്തത്. ഇത് അള്ളാഹുവിന് ശിർക്ക് ചെയ്യലാണ്. എന്നാൽ മശ്റൂ ആയത് ഏതാണ്? ഫഹുവ ജഅലു വാസിതത്തിൻ ബൈനൽ അബ്ദി വല്ലാഹി ലിമഅരിഫത്തി ദീനില്ലാഹ്. ഹദാ മശ്റൂഉൻ. അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു ഇടയാളനെ വയ്ക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിമഅരിഫത്തി ദീനില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഹദാ മശ്റൂഉൻ. അതെന്താണ്? നിയമപരമായ ഒരു ഇടയാളനാണ്. അപ്പോൾ ഫജിബ്രീലു അലൈഹിസ്സലാം ബല്ലഗ ദീനല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദീൻ ആർക്ക് എത്തിച്ചു കൊടുത്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. അപ്പോൾ അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടയാളനാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. റസൂലുള്ളാഹി ബല്ലഗനാ ദീനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദീൻ എന്ത് ചെയ്തു? നമുക്ക് എത്തിച്ചു തന്നു. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഒരു മുബല്ലിഗ്, ഒരു ഇടയാളനാണ് ആര്? ദീൻ എത്തിച്ചു തരുന്നു എന്നുള്ള നിലയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹും വസായിതുനാ ലിമഅരിഫത്തി ദീനില്ലാഹ്. ഇവരെല്ലാം ദീൻ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഇടയാളന്മാരാണ്. അതേപോലെ വൽ ഉലമാ ഉബയ്യിനൂ ദീനല്ലാഹ്. ഉലമാക്കളും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിൻ്റെ ദീൻ വിശദീകരിച്ച് നൽകുന്നുണ്ട്. അൽ ഉലമാ ഉർ റബ്ബാനിയൂന ബയ്യനൂ ദീനല്ലാഹ്. റബ്ബാനികളായ ഉലമാക്കൾ അള്ളാഹുവിൻ്റെ ദീൻ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഫഹും വസായിതുനാ ലിമഅരിഫത്തി ദീനില്ലാഹ്. അവരും അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടയാളന്മാരാണ്. ഇദൻ ഇൻതബിഹു യാ ഇഖ്വ. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഫർഖുൻ ബൈന മൻ യത്തഖിദു വസായിത ലിയഅരിഫ ദീനല്ലാഹ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടയാളനെ നിശ്ചയിക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഫർഖുണ്ട്, വ്യത്യാസമുണ്ട്. വബൈന മൻ യത്തഖിദു വസായിത യതഖറബു ഇലൈഹിം ലിയുഖർരിബൂഹു ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇടയാളന്മാരെ വെക്കുന്നു എന്നുണ്ട്. രണ്ടും തമ്മിൽ എന്നുണ്ട്, വ്യത്യാസമുണ്ട്. വലിദാലിക അഷ്ശൈഖു ഖയ്യദ കലാമുഹു ബിഇബാദത്തി ഉലൈക വസായിത. അതുകൊണ്ടാണ് ഷെയ്ഖ് എന്ത് ചെയ്യുന്നത്? ഇടയാളന്മാർ നിശ്ചയിക്കുന്നതാണോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞേ? ജഅലു വസായിത, അത് കുഴപ്പമില്ല. വസായിത്ത് മാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടോ? ദീൻ പഠിക്കാൻ കുഴപ്പമില്ല. പിന്നെ അതിന് ഖൈദ് പറഞ്ഞു, നിബന്ധന പറഞ്ഞു. എന്താണ് ചെയ്യണത്? യദ്ഊഹും വയസ്അലുഹും അഷ്ഫാഅ വയതവക്കലു അലൈഹിം. അതാണ് പ്രശ്നം. അവരോട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക, ശുപാർശ തേടുക, കാര്യങ്ങൾ പരമേൽപ്പിക്കുക. ഇതാണ് പാടില്ലാത്തത്, അല്ലാതെ ഇടയാളന്മാരല്ല. യഥാർത്ഥത്തിൽ ഈ ശിർക്കൻ നിലയിലുള്ള ഇടയാളന്മാർ സ്വീകരിക്കുന്നവർ ഈ പറയുന്ന മശ്റൂ ആയ ഇടയാളന്മാർ യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നിയമപരമായി ഈ ഇടയാളന്മാർ ഇവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ല? ഇവർ പണി ചെയ്യുമായിരുന്നില്ല. കാരണം അള്ളാഹു നമുക്ക് ദീൻ പഠിപ്പിച്ചെന്നാരാണ്? റസൂലാണ്. ആ റസൂൽ പഠിപ്പിച്ചിട്ടില്ല ഇത്. റസൂലിനെ ഒരു യഥാർത്ഥ രീതിയിലുള്ള ഇടയാളനായി ഇവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ ശുപാർശ നേട്ടം കിട്ടുമോ? കിട്ടില്ല. കാരണം എന്ത് ചെയ്തിട്ടില്ല? നബി ഇത് പഠിപ്പിച്ചു കൊടുത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ളതായ ഇടയാളന്മാർ ഇവരെന്ത് ചെയ്യുന്നില്ല? റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനെ ഇവരറിയാതെ തന്നെ എന്ത് ചെയ്യാണ്? യഥാർത്ഥത്തിൽ നിഷേധിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു? ഇവരെ ഇടയാളന്മാരെ വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നിട്ട് ഷെയ്ഖ് അവർ പറയാണ്, അന്നഹാദൻ നാഖിദന ഉമ്മിന നാഖിദുൽ അവൽ. ഈ രണ്ടാമത് പറഞ്ഞ ഇടയാളന്മാരെ നിർത്തി അവരോട് ദുആ ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ നാഖിദിൻ്റെ ഭാഗം തന്നെയാണ്, അതിൻ്റെ ഒരു ഇനമാണ്. ആദ്യം പറഞ്ഞ നാഖിദ് ഇബാദത്തിൽ അള്ളാഹുവിനോട് പങ്കുചേർക്കലാണ്. ഫന്നാഖിദുൽ അവലു ആമു. ഒന്നാമത് പറയുന്നത് വളരെ വ്യാപകാർത്ഥത്തിലുള്ളതാണ്, ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക. വഹാദ നൗഉം മിൻ അൻവാഹി. അതിൻ്റെ ഒരു ഇനമാണെന്ത് ഇപ്പം പറഞ്ഞത്. വലാക്കിൻ അഫ്രദഹു ഷെയ്ഖു ലിൽ ഇനായത്തി ബി. പക്ഷേ ഇവിടെ രണ്ടാമത് ഇത് അതിൽപ്പെട്ടതാണെങ്കിലും പിന്നെ എന്തിനാണ് ഇതിവിടെ കൊണ്ടുവന്നത്? ഇത് കൂടുതൽ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അങ്ങനെ പരിഗണിക്കുന്നത്? ലിവുഖൂഇ കസീരിൻ മിമ്മൻ യൻതസിബൂന ഇലൽ ഇസ്ലാമി ഫീ. മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്നതിൽ പെട്ടുപോയിട്ടുണ്ട്. ഇടയാളന്മാർ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അവരോട് ദുആ ചെയ്യുന്നു. ഫയുശ്രികൂന ബില്ലാഹി ബി ഹുജ്ജത്തി അന്നഹും ശുഫാഉന ഇൻദല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇടയാളന്മാർക്ക് ദുആ ചെയ്തവർ ശിർക്ക് ചെയ്യുന്നു. വഅന്നഹും വസായിതുന ഇലല്ലാഹ്. അള്ളാഹുവിൻ്റെയും ഞങ്ങളുടെയും ഇടയിൽ
എന്താണ് വസീലയാണ്, ഇടയാളന്മാരാണെന്ന് അവർ വാദിക്കുന്നു. ഫഅഫ്റദഹു ഷെയ്ഖു റഹിമഹുല്ലാ ലിൽ ഇനായത്തി ബിഹി. അപ്പോൾ അത് ഒന്ന് കൂടുതൽ പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് എന്ത് ചെയ്തത്, പ്രത്യേകം ഇവിടെ ഇത് കൊണ്ടുവന്നത്. വബയാനി അന്ന തഖർറുബ ഇലാ ഗൈരില്ലാഹി ശിർക്കുൻ മുത്ലഖൻ. മാത്രമല്ല അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇങ്ങനെ ഇബാദാത്തുകൾ അർപ്പിക്കുന്നത് മുത്ലഖൻ നിരുപാധികം എന്താണ്, ശിർക്കാണെന്ന് വിശദീകരിക്കാനുമാണ്. സവാഅൻ ഖാലൽ അബ്ദു ലഹും അനമാ അഅ്ബുദുഹും. അപ്പോൾ ഒരടിമ ഇങ്ങനെ പറഞ്ഞാലും ശരി, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ വലാക്കിൻ അതഖറബു ഇലൈഹിം ലിയുഖർരിബൂനി, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ, അവരെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണെന്ന് പറഞ്ഞാലും ശരി, എന്താണ്, ശിർക്ക് തന്നെയാണത്. ഔലം യഖുൽ ഹാദാ ഫഇന്നഹു, അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞില്ല എങ്കിൽ തന്നെയും ഇങ്ങനെ പണി ചെയ്താൽ എന്താണ്, അത് ശിർക്കാണ്. ഫഇന്നഹു ശിർക്കുൻ അക്ബർ യുഖ്രിജു മിൻ മില്ലത്തിൽ ഇസ്ലാം, വലിയ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് എന്ത് ചെയ്യും, മനുഷ്യനെ പുറത്തു കളയുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ നാക്കിദ്. അപ്പോൾ ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ മുസ്ലിമീങ്ങൾ നല്ല ശ്രദ്ധ പാലിക്കേണ്ട കാര്യമാണ്. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, പല വിധത്തിലും പല കോലത്തിലും ഇത് നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. അതുകൊണ്ട് ഈ പറയുന്ന നാക്കിദുകൾ മനപ്പാടാക്കുക, അതിൻ്റെ തെളിവുകൾ മനപ്പാടാക്കുക, എന്നിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്താണ്, അനിവാര്യമാണ്. അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലി ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.